ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷ്യാമാസ് റെസിപ്പി ബോക്സ്. എല്ലാവർക്കും സുഖാണല്ലോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇറച്ചിക്കറി തോറ്റു പോവും രുചിയിലുള്ള ഒരു സോയാബീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. വെജിറ്റേറിയൻസും നോൺ വെജിറ്റേറിയൻസും ഒരുപോലെ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഈ സോയാബീൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. വരൂ, നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം. ആദ്യം തന്നെ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 കപ്പ് സോയാബീൻ ഇട്ട് കൊടുക്കാം. ഞാൻ വലിയ ടൈപ്പ് സോയാബീനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ഉള്ള വലുതോ ചെറുതോ ഏത് ടൈപ്പ് എടുത്താലും മതിയാകും. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം. ഞാൻ സാധാരണ പച്ചവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഒരു 10-15 മിനിറ്റ് ഇരിക്കുമ്പോൾ തന്നെ നന്നായിട്ട് കുതിർന്ന് കിട്ടിക്കോളും. ഇപ്പം ഏകദേശം ഒരു 15 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. നമ്മുടെ സോയാബീനൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പിഴിഞ്ഞ് മാറ്റി 2-3 പ്രാവശ്യം നല്ല വെള്ളത്തിലൊന്ന് കഴുകി എടുക്കാം. കൂടാതെ ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഒരു തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ 2 എടുത്തോളൂ. ഞാനൊരു പ്രഷർ കുക്കർ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്ന റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഇത് പ്രഷർ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ വളരെ എളുപ്പത്തിൽ വെന്ത് കിട്ടിക്കോളും. ഇതേ സെയിം റെസിപ്പി തന്നെ പാനിലും തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ സവാളയൊക്കെ ഒന്ന് വഴണ്ട് വരാനും സോയാബീനൊക്കെ വെന്ത് കിട്ടാനും കുറച്ചുകൂടി അധികം സമയമെടുക്കും. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലോട്ടൊരു ചെറിയ കഷ്ണം പട്ടയും 2-3 ഗ്രാമ്പൂവും ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു 1/2 ടീസ്പൂണോളം പെരിഞ്ചീരകം കൂടി ചേർക്കുന്നുണ്ട്. ഇതൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതൊരു 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും കൂടി ഒന്ന് ചതച്ചെടുത്തതാണ്. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലോട്ട് ചേർക്കേണ്ടത് 2 സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ്. ഞാൻ 2 മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. കൂടെ ഒരു പച്ചമുളക് നെടുകെ കീറിയതും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത ശേഷം നമുക്ക് കുക്കർ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. സ്റ്റൗ ഒരിക്കലും ഹൈ ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ വെക്കരുത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഒരു വിസിൽ വന്ന ശേഷം ഉടനെ തന്നെ അതിൻ്റെ ആവിയൊക്കെ കളഞ്ഞ് ഓപ്പൺ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി ഒന്ന് വെന്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ ഇളക്കിയെടുക്കണം. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണിനേക്കാൾ കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇവ ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ ഇളക്കിയെടുക്കണം. മുളക് പൊടി ഞാൻ ചേർത്തത് നോർമൽ നല്ല എരിവുള്ള മുളക് പൊടിയാണ്. കാശ്മീരി ചില്ലി പൗഡറൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ചധികം ചേർക്കേണ്ടി വരും. മസാലയുടെയൊക്കെ പച്ചമണം മാറി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന സോയാബീൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ വളരെ വലിപ്പത്തിലുള്ള സോയാബീൻ മാത്രമേ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ. അതല്ലാത്തതൊക്കെ കട്ട് ചെയ്യാതെ തന്നെയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തോ കട്ട് ചെയ്യാതെയോ ചേർക്കാവുന്നതാണ്. ഞാൻ കറി കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇത്ര വലുപ്പത്തിൽ തന്നെ ചേർത്തത്. ഇത്ര വലുപ്പത്തിലായാലും കുക്കറിൽ വേവിച്ചെടുത്തുകൊണ്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചോളും. ഈ മസാലയൊക്കെ എല്ലാ ഭാഗത്തും എത്തിയ ശേഷം നമുക്ക് ഇതിലോട്ട് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല തിളച്ച വെള്ളം, അതല്ലെങ്കിൽ ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണേ. ഞാൻ തക്കാളി അരച്ച മിക്സിയുടെ ജാറിലോട്ട് അല്പം മാത്രം വെള്ളം ഒഴിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണമോ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പച്ചവെള്ളം ഒഴിക്കരുത്. പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പാടെ മാറിപ്പോവും. ഈ സമയത്ത് നിങ്ങൾക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്കിത് കറക്റ്റ് ആയതുകൊണ്ട് ഞാൻ കൂടുതൽ ആഡ് ചെയ്യുന്നില്ല. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം മല്ലിയുടെ ഇലയും തണ്ടും കൂടി അരിഞ്ഞെടുത്ത ശേഷം തണ്ട് വരുന്ന ഭാഗമില്ല, അതാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കറിയൊക്കെ വെന്ത് വരുമ്പോഴേക്കും നല്ല ഫ്ലേവർ ആയിരിക്കും കറിക്ക് ഉണ്ടാവുക. നമ്മൾ ആദ്യം തന്നെ പട്ട, ഗ്രാമ്പൂ ഇവയൊക്കെ ചേർത്തുകൊണ്ട് കറിക്ക് നല്ല മസാലയുടെ ഫ്ലേവർ ഉണ്ടാവും. ഗ്രാമ്പൂ, പട്ട ഇവ മുഴുവനായിട്ടില്ലാത്തവർ ഈ സമയത്ത് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി വീണ്ടും നമുക്ക് പ്രഷർ കുക്കർ അടച്ചു വെച്ച് ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 വിസിൽ വന്ന ശേഷം ഇതിൻ്റെ ആവിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ സോയാബീനൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാനിതൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. നിങ്ങൾക്ക് പ്രഷർ കുക്കറിൽ തന്നെ വെച്ചാൽ മതി. ഞാനിത് വലിയ കുക്കറായതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് മാറ്റുന്നത്. കണ്ടില്ലേ, ഞാൻ നല്ല തിക്ക് ഗ്രേവിയിലുള്ള കറിയാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ തയ്യാറാക്കി കഴിഞ്ഞാൽ. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണിത്. നമ്മൾ ചിക്കൻ കറിയൊക്കെ എന്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാമോ അതിൻ്റെ ഒക്കെ കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷനായിട്ട് ഇതും കഴിക്കാം.
ഞാൻ ഇതിനോട് കൂടെ കുറച്ചുകൂടി മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവസാനമായിട്ട് ഇതിൽ ഉപ്പും പുളിയും എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇത് മസ്റ്റായിട്ടും ചേർക്കണേ. നിങ്ങൾ ചിക്കൻ കറിയിലായാലും ഇതുപോലുള്ള എന്ത് കറികളിലായാലും ലാസ്റ്റ് ഒരു നുള്ള് പഞ്ചസാര ചേർക്കുന്നത് നമ്മുടെ കറിക്കൊരു പ്രത്യേക ഫ്ലേവർ കൊടുക്കും. എന്ന് വെച്ചിട്ട് മധുരം മുന്നിട്ട് നിൽക്കുകയൊന്നുമില്ല. എല്ലാം ഒന്ന് ബാലൻസ് ആയിട്ട് നല്ലൊരു ടേസ്റ്റ് നമ്മുടെ കറിക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി സോയാബീൻ കറി റെഡി ആയിട്ടുണ്ട്. നമ്മളിത് പ്രഷർ കുക്കറിൽ തയ്യാറാക്കി എടുത്തത് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കി എടുക്കാനും പറ്റി. സവാളയൊന്നും വഴറ്റി സമയം കളഞ്ഞിട്ടുമില്ല. എന്നാൽ നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള കറി കിട്ടുകയും ചെയ്തു. അപ്പോൾ എല്ലാവരും ഇനി സോയാബീൻ കറി തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ. കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്